Okay, നമുക്കിനി മോസിൽ മൊഡ്യൂൾ 1 നോക്കാം. ഞാനിവിടെ ബേസ് ആയിട്ട് ഇപ്പം KT നോട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം തിയറി അത്യാവശ്യം KT നോട്ടിൽ നിന്ന് മതി. പ്രോബ്ലംസ് ഇതിൽ മാത്രം പോരാ. പ്രോബ്ലംസ് നമുക്ക് എക്സ്ട്രാ അത് വേറെ എൻ്റെ നോട്ട് നോക്കാം. തിയറി കുറച്ച് വൃത്തിയായിട്ട് ഇതിൽ എഴുതിയിട്ടുള്ള. നമുക്ക് ആദ്യം മൊഡ്യൂൾ 1 നോക്കാം. മൊഡ്യൂൾ 1 നമുക്ക് ആദ്യം അറിയേണ്ടത് സിമ്പിൾ സ്ട്രെസ്സസും സ്ട്രെയിൻ. നമുക്ക് ആദ്യം കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം, സ്ട്രെസ്സും സ്ട്രെയിൻ്റെ ഒക്കെ. അപ്പം നമുക്ക് മൊഡ്യൂളിൽ നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്ക് ആദ്യം ഇതിൽ പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് ലോഡാണ്, എക്സ്റ്റേണൽ ലോഡ്സിൻ്റെ ടൈപ്പാണ്. അപ്പം അതിന് ഇത് ജസ്റ്റ് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്തൊക്കെ ടൈപ്പ് ലോഡ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലോഡ് മാത്രം ഒരു പോയിന്റിൽ ആ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്ന ലോഡ്, അതാണ് പോയിന്റ് ലോഡ്. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ലോഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുമ്പം നമുക്കൊരു ബീമോ സ്ലാബോ എന്തെങ്കിലും തന്നെന്ന് വെച്ചോ, ത്രൂ ഔട്ട് ദിസ് ബീം അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദിസ് സ്പാന് ഒരു ലോഡ് നമ്മൾ, ഇതിപ്പോൾ ഒരു പോയിന്റ് അല്ലേ, ഇതൊരു പോയിന്റിൽ വരുന്നതുകൊണ്ട് പോയിന്റ് ലോഡ്. യൂണിഫോം ലോഡ് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ത്രൂ ഔട്ട് ഒരു ലോഡ് തന്നേക്കും. യൂണിഫോം ആയിട്ട് ഒരേ ലോഡ് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അത് നമ്മളിപ്പോൾ സെൽഫ് വെയിറ്റ് ഓഫ് ദ സ്ലാബ് ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. കാരണം വെയിറ്റ് എന്ന് പറഞ്ഞ സാധനം ഒരു പെർട്ടിക്കുലർ പോയിന്റിലല്ല, പകരം ത്രൂ ഔട്ട് ദി ആ സാധനത്തിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ യൂണിഫോംലി വേരിയിങ് ലോഡ്. യൂണിഫോംലി വേരിയിങ് ലോഡ് എന്നാൽ ഇതുപോലെ തന്നെ ലോഡ് ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ആണ്, പക്ഷെ അത് യൂണിഫോം അല്ല. മറ്റത് എല്ലാ പോയിന്റിലും ഒരേ ലോഡാണ്. യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും ഒരു ലോഡല്ല, ഡിഫറെൻറ്റ് ലോഡ്സ് ഒക്കെ ആവാം. അതുകൊണ്ട് ഇങ്ങനെ വേരി ചെയ്യുന്നതുകൊണ്ടാണ് യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയുന്നത്. ട്രയാങ്കുലർ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് യൂണിഫോംലി വേരിയിങ് ലോഡാണ്. ജസ്റ്റ് ദാറ്റ് ലോഡ് ഒരു ട്രയാങ്കിൾ വേരിയേഷനിലാണ് കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ ഒരറ്റത്ത് സീറോയും ഒരറ്റത്ത് നല്ല ഹൈ ലോഡും ആയിരിക്കും. ലൈക്ക് ഈ A to B ലോഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും. ഇനി ട്രയാങ്കിൾ രീതിയിൽ ലോഡിങ് കൊടുക്കുന്നതിനാണ് നമ്മൾ ട്രയാങ്കുലർ ലോഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ ട്രപ്പിസോയിഡൽ ലോഡിങ്ങും ഉണ്ട്. വേറെ എന്താണ് ത്രൂ ഔട്ട് ഇതൊക്കെ ട്രപ്പിസോയിഡൽ ലോഡിങ്, ട്രയാങ്കിൾ ലോഡിങ് ഒക്കെ വേരിയിങ് ലോഡാണ് കേട്ടോ. ട്രപ്പിസോയിഡൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഒരറ്റത്ത് സീറോ അല്ല, പല രണ്ടറ്റത്ത് എയിൽ ഒരു W1/m ഉണ്ട്, ബിയിൽ W2 per meter ഉണ്ട്. പെർ മീറ്റർ എന്ന് ഉദ്ദേശിച്ചാൽ ത്രൂ ഔട്ട് ഇതിൽ ലോഡ് ഇങ്ങനെ വേരി ചെയ്ത് പോകുന്നതിനാണ് നമ്മളിവിടെ പെർ മീറ്റർ കൊടുത്തേക്കുന്നത്. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ടൈപ്പ് ഓഫ് ലോഡിങ്. എന്തൊക്കെയായിരുന്നു നമ്മുടെ ടൈപ്പ്? ഫസ്റ്റ് വൺ കോൺസെൻട്രേറ്റഡ് ലോഡ്, പിന്നെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, പിന്നെ ഒരു യൂണിഫോംലി വേരിയിങ് ലോഡ്, പിന്നെ ട്രയാങ്കുലർ ലോഡിങ്, പിന്നെ ട്രപ്പിസോയിഡൽ ലോഡിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് നോക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിത്ത് ചേഞ്ച് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എ ബോഡി. ഒരു ഏറ്റവും സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുഷ് ഓർ പുൾ, അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ബോഡീനെ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ആ കൊടുക്കുന്ന ഒരു എക്സേർട്ടിങ്ങിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സിന് പല ടൈപ്പ് നോക്കാം. ബേസ്ഡ് ഓൺ ഫോഴ്സിന്റെ ടൈപ്സ് നമുക്ക് പലതായിട്ട് തിരിക്കാം. ആദ്യം നേച്ചർ ഓഫ് ദി ഫോഴ്സ് അനുസരിച്ച്, ഫോഴ്സിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് അനുസരിച്ച് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നോർമൽ ഫോഴ്സും ഷിയർ ഫോഴ്സും. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഒരു ലോഡിന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ, ഇത് കറക്റ്റ് ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ നോർമൽ ഫോഴ്സ് എന്ന് പറയും. സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഷിയർ ഫോഴ്സ് എന്ന് പറയും. ഇനി നോർമൽ ഫോഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ടെൻസൈൽ ഫോഴ്സും ഉണ്ട്, കംപ്രസീവ് ഫോഴ്സും ഉണ്ട്. അപ്പൊ നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിക്കുന്നു, നമ്മൾ രണ്ട് സൈഡിൽ നിന്നും വലിക്കുവാണ്. അപ്പൊ എന്താണ്, നമ്മളിങ്ങനെ നമ്മുടെ ബോഡീനെ രണ്ട് സൈഡിൽ നിന്ന് വലിച്ച് ഇവിടെ ലെങ്ത് കൂടാൻ ചാൻസ് ഇല്ലേ വലിഞ്ഞിട്ട്, ആ വലിക്കുന്ന ഫോഴ്സിനാണ് നമ്മൾ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതേസമയം രണ്ട് സൈഡിലും കൂടെ നമ്മൾ നെക്കുവാണ്. അപ്പൊ എന്താണ്, ലെങ്ത് കുറയാണ്. അങ്ങനെ നമ്മൾ ഇടിച്ച് നിൽക്കുന്നതിനാണ് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടൈപ്പ് ഓഫ് ഫോഴ്സസ് കഴിഞ്ഞു. ഇത് നമ്മൾ അറിയേണ്ട രണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫോഴ്സ് ഇപ്പോൾ ഡയമെൻഷൻ ചേഞ്ച് ഒക്കെ സംഭവിക്കില്ലേ, അപ്പം ആ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് ബേസിക് നിങ്ങൾക്ക് ഫോർമുലാസ് ഒക്കെ മതി കേട്ടോ. ഇനി ടൈപ്പ് ഓഫ് സ്ട്രെയിൻ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് നമുക്ക് നോക്കാം, ലീനിയർ സ്ട്രെയിൻ.
ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായി എന്ന് വെച്ചോ, ആ ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്, അതാണ് ലീനിയർ സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ഫോഴ്സ് കൊടുത്തപ്പോൾ വോളിയമിൽ എന്തെങ്കിലും ചേഞ്ച് വന്നെങ്കിൽ, അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. ഇനി ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, ഷിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്നതല്ല, ഒരുമാതിരി ഇങ്ങനെ ഈ കണ്ടോ, ഇതൊരു ഷിയർ ഫോഴ്സ് ആണ്. അപ്പം നമ്മൾ ഒരുമാതിരി ഫ്രിക്ഷന്റെ ഡയറക്ഷനിലോട്ടാണ് ഇത് കൊടുക്കുന്നത്, എലോങ് ദ പ്ലെയിൻ ആണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഈ എ എന്ന് പറയുന്നത് എ ബി എന്ന് വെച്ചാൽ ഒരു തീറ്റ ഇതിലോട്ട് എന്താണ് അത് തെന്നും. അപ്പൊ നമ്മുടെ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ എ ഡാഷ് ബൈ എ സി എന്ന് പറയുമ്പം ടാൻ ഫൈ ആണ്. ഈ എത്രയാണോ ആംഗിൾ ഇവിടെ പോയത് അതിന്റെ ടാൻ, അതിനാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അണ്ടർ ദ ഷിയർ സ്ട്രെസ്. ഒരു ഷിയർ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ലീനിയർ സ്ട്രെയിനിൽ നമ്മൾ രണ്ട് സൈഡിൽ ലോഡ് കൊടുക്കുമ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, കാരണം വലിക്കുകയാണ്, അപ്പൊ ലെങ്ത് ഇൻക്രീസ് ചെയ്യാം അവിടെ. പക്ഷെ ഈ ലെങ്ത് മാജിക്കലി നമുക്ക് വരത്തില്ല. എത്രത്തോളം ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം എന്താണ് നമ്മുടെ വിഡ്ത്ത് കുറയുകയും ചെയ്യും. നമ്മുടെ ലെങ്ത് എത്ര കൂടി അതിൽ നിന്ന് ഇത്രയും വിഡ്ത്ത് കുറയും. കണ്ടോ, ഇവിടെ നമ്മുടെ ലെങ്ത് ഒറിജിനൽ ഇവിടെ ആയിരുന്നു, അത് ഇതുവരെ കൂടി. പക്ഷെ വിഡ്ത്ത് കണ്ടോ, ഒറിജിനൽ ഇത്രയും ഉണ്ടായിരുന്നു, അത് എന്താണ് ഇതോട്ട് ഇതുവരെ വിഡ്ത്ത് ഉണ്ടായിരുന്നു. നമ്മൾ ടെൻസൈൽ ഫോഴ്സ് തന്നെ വിഡ്ത്ത് ഇത്രയും കുറഞ്ഞു. അങ്ങനെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പം അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്താണ് വിഡ്ത്ത് കുറയും. അപ്പൊ ആ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കുറഞ്ഞു, അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിനിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സംഭവിക്കുന്നതാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ലീനിയർ സ്ട്രെയിനിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സംഭവിക്കുന്നതാണ് ലാറ്ററൽ സ്ട്രെയിൻ. ഇനി നമുക്ക് പിന്നെ രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട് ഇനി പഠിക്കാൻ. ഇതൊക്കെ തിയറിയാണ്, ചവറാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, മിക്കവാറും 5-2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാ. പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പഠിച്ച രണ്ട് സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ, അതിനാണ് നമ്മൾ പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അത് നമുക്ക് മ്യൂ ആയിട്ടും പറയാം, 1/m ആയിട്ടും പറയാം. നമുക്ക് മ്യൂന്നും പറയാം, നല്ല ആക്ച്വലി റെപ്രസെന്റ് ചെയ്യാം. മ്യൂന്നും റെപ്രസെന്റ് ചെയ്യും, 1/m എന്നും റെപ്രസെന്റ് ചെയ്യും പോയ്സൺസ് റേഷ്യോനെ. പിന്നെ അടുത്തത് ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഇലാസ്റ്റിക് മെറ്റീരിയൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇലാസ്റ്റിക് കുറച്ച് ലിമിറ്റ്സ് അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന സാധനം എന്താ, റബ്ബർ ബാൻഡ്. നമ്മൾ റബ്ബർ ബാൻഡ് വലിക്കുമ്പം വലിച്ചു വിട്ട് കഴിയുമ്പോൾ തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പിൽ വരില്ലേ, അതാണ്. അപ്പൊ മെറ്റീരിയൽ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് റിമൂവ്ഡ്. അങ്ങനത്തെ മെറ്റീരിയലിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ വലിച്ചു, ഫോഴ്സ് വിട്ടപ്പോൾ എന്താണ് അത് ഒറിജിനൽ ഷേപ്പിൽ തിരിച്ചു വന്നു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ടാണ് വലിച്ചുകൊണ്ടിരുന്ന അത് ഒറിജിനൽ ഷേപ്പിൽ തിരിച്ചു വരത്തില്ല, പകരം കുറച്ച് വലിഞ്ഞു പോകത്തില്ലേ. പിന്നെയും ഞാൻ ഭയങ്കരമായിട്ട് വലിച്ചുകൊണ്ടിരുന്ന അത് കംപ്ലീറ്റ്ലി പൊട്ടും. അപ്പൊ എല്ലാ ഇലാസ്റ്റിക് മെറ്റീരിയലും ഒരു ഭയങ്കര ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ് തിരിച്ച് ഒറിജിനൽ ഷേപ്പിൽ വരാതെ ഇൻഇലാസ്റ്റിക് ആവും. പിന്നെ ഭയങ്കരമായിട്ട് അതിൽ നിന്ന് ഭയങ്കരമായിട്ട് കൊടുത്താൽ എന്താണ് പൊട്ടാനും ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എത്രത്തോളം വലിയുമ്പോഴാണ് അത് തിരിച്ചു വരുന്നത്, എത്രത്തോളം വലിയുമ്പോഴാണ് അത് പിന്നെ തിരിച്ചു വരാതെ പൊട്ടത്തില്ല പക്ഷെ ഷേപ്പ് മാറുന്നത്, പിന്നെ എത്രത്തോളം വലിയുമ്പോഴാണ് അത് പൊട്ടുന്നത്, അങ്ങനെ ആ ഉള്ള ഓരോ ലിമിറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അത് ആക്ച്വലി ഒരു മൈൽഡ് സ്റ്റീൽ എക്സാമ്പിളിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പറയാൻ പോകുന്നത്. എന്തായാലും ഇപ്പൊ ആദ്യമായി ഇലാസ്റ്റിക് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് അപ് ടു വിച്ച് ദ മെറ്റീരിയൽ ഷോസ് ഇറ്റ്സ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ റബ്ബർ ബാൻഡ് വലിഞ്ഞു തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്തു. എത്രത്തോളം വലിച്ചാൽ അത് തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യും. ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അത് ഒബേസ് ചെയ്യുന്ന ഒരു ലോ എന്നുവെച്ചാൽ ഇലാസ്റ്റിക് മെറ്റീരിയൽ അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഒബേസ് ചെയ്യുന്ന ഒരു ലോ ആണ് ഹൂക്സ് ലോ എന്ന് പറയുമ്പോൾ ആ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഒബേസ് ചെയ്യുന്ന ഒരു ലോ. ഹൂക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് എത്തുന്ന വരെ ആ ബോഡിയുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സ്ട്രെസ് ബൈ സ്ട്രെയിനെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ മോഡലായി തന്നെ 3 ടൈപ്പ് ഉണ്ട്: യോങ്സ് മോഡുലസ്, ബൾസ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്.
യോങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. നോർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോഡ് ബൈ ഏരിയ, ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലെങ്ത്തിന്റെ ഡെൽറ്റ എൽ ബൈ എൽ. പിന്നെ ബൾക്ക് മോഡുലസ് ഉണ്ട്. ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ നോർമൽ സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. നമ്മളിവിടെ ലീനിയർ സ്ട്രെയിൻ അല്ല വോളിമെട്രിക് സ്ട്രെയിൻ എടുക്കുമ്പോൾ ആ റേഷ്യോനെ നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയും. പിന്നെ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിനെ നമ്മൾ റിജിഡിറ്റി മോഡുലസ് എന്ന് പറയും. യോങ്സ് മോഡുലസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ വെച്ച്, ബൾക്ക് മോഡുലസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ വെച്ച്, റിജിഡിറ്റി മോഡുലസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ജി വെച്ചിട്ടാണ്. ഇനി ഞാൻ നെക്സ്റ്റ് കോംപ്ലിമെന്ററി ഷിയർ എന്താണെന്ന് പറയാം. കോംപ്ലിമെന്ററി ഷിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം എൻ്റെ ഒരു ബോക്സ് എടുത്തു അല്ലെങ്കിൽ ഒരു ബോഡി എടുത്തു, അതിൽ ഞാൻ എ ബിയിൽ ഒരു ഷിയർ കൊടുത്തു, ഒരു ഷിയർ കൊടുക്കുകയാണ്. ഒരു ഏരിയയിൽ ഞാൻ എ ബി ഷിയർ കൊടുക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷിയർ ഉണ്ടാവും. ഇങ്ങനെ കൊടുത്താലേ ഷിയർ ഫോം ചെയ്യത്തുള്ളൂ. അപ്പം ക്യൂ ഇങ്ങോട്ടും താഴോട്ടുള്ള സി ഡിയുടെ ക്യൂ ഇങ്ങോട്ടും. അപ്പൊ ഇത് രണ്ടും എന്താണ്, ഒരു കപ്പിള് ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ഷിയർ കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ അതിന്റെ ബാക്കിയുള്ള എന്നുവെച്ചാൽ ബി ഡിയിലും എ സിയും അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഫേസിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഷിയർ അവിടെ ഫോം ചെയ്യും നമ്മുടെ ബോഡിയിൽ. അതാണ് ഈ ക്യൂ ഡാഷ്. അപ്പൊ നമ്മൾ കൊടുത്തത് ക്യൂ ആണ്, പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മളത് കൊടുക്കുമ്പോൾ ഫോം ചെയ്യുന്ന വേറൊരു ഷിയർ ആണ് ഈ ക്യൂ ഡാഷ് ഇൻ ദ ഓപ്പോസിറ്റ് ഫേസസ്. ആൻഡ് അത് ക്യൂവിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. കണ്ടോ, ഈ ക്യൂ ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. പക്ഷെ ഈ ക്യൂ ഡാഷ് കറങ്ങുന്നത് എങ്ങനെയാണ്, ഇവിടെ ഇത് രണ്ടും അല്ലേ, അപ്പൊ ഇത് കറങ്ങുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ക്യൂ ഡാഷ് കറങ്ങുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ കൊടുത്ത ഷിയറിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ക്യൂ ഡാഷ് വരുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ഷിയർ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത ക്യൂ അല്ലാണ്ട് എക്സ്ട്രാ നമ്മുടെ എക്സ്ട്രാ എന്നല്ല, നമ്മുടെ ബോഡി തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഷിയറിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ഷിയർ എന്ന് പറയുന്നത്. ആൻഡ് അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ആ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലിമെന്ററി ഷിയർ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ റബ്ബർ ബാൻഡിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് എ മൈൽഡ് സ്റ്റീല് എങ്ങനെയാന്ന് നോക്കാം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൈൽഡ് സ്റ്റീലിന്റെ ഒരു ഞാൻ ഈ ഗ്രാഫാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് താഴെ ഞാൻ ഈ പറയുന്ന ഫുൾ സാധനം അതിൽ എഴുതിയിട്ടുണ്ട്. ഇതേ സെയിം സാധനം ഞാൻ എങ്ങനെയാണ് ഈ ഗ്രാഫ് മാത്രം വെച്ച് പറഞ്ഞുതരാം. അപ്പം O ആണ് എൻ്റെ ഒറിജിൻ. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മൈൽഡ് സ്റ്റീലിന് ഒരു ലോഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലോഡ് ബൈ ഏരിയ വെച്ചിട്ട് എനിക്ക് സ്ട്രെസ് കിട്ടും. ലോഡ് ഞാൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലെങ്ത് ഇങ്ങനെ വലിയുമല്ലോ, ഞാൻ ടെൻസൈൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, അപ്പോൾ ലെങ്ത് വലിയും. അപ്പോൾ എന്താണ്, അവിടെ ഒരു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഉണ്ടാവും. അതാണ് ഈ സ്ട്രെയിനിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പം 0 to A വരെ എന്ന് പറയുമ്പോൾ എന് കറസ്പോണ്ടിങ് അത്രയൊരു സ്ട്രെസ് ഇല്ലേ, അത്രയും സ്ട്രെസ് നമ്മൾ കൊടുക്കുമ്പോൾ 0 to A വരെ എന്താണ്, ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയും. എന്ന് പറയുമ്പോൾ 0 to A വരെയാണ് ഹൂക്സ് ലോ അത് ഒബേ ചെയ്യുന്നത്. അതാണ് കറക്റ്റ് നമുക്ക് ലീനിയർ വേരിയേഷൻ കിട്ടും, സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പിന്നെ പിന്നെയും നമ്മൾ വലിക്കുമ്പോൾ അത് പോയിന്റ് B വരെ എത്തും. ബീനാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ A to B ഹൂക്സ് ലോ അങ്ങനെ ഒബേ ചെയ്യുന്നില്ല, പക്ഷേ എന്താണ് നമ്മുടെ ബോഡി സ്റ്റിൽ എന്താണ് ഇലാസ്റ്റിക് ആണ്. എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇപ്പം എൻ്റെ ലോഡ് വിട്ടാൽ അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് പോകാൻ പറ്റും. ആ പോകാൻ പറ്റുന്ന വരെയാണ് ഞങ്ങൾ ബി ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രണ്ട് ഈൽഡ് പോയിന്റ് ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഈൽഡ് എന്ന് പറയാൻ കാരണം ഇവിടെ ഇങ്ങനെ നമുക്കൊരു കർവ് ചെറുതായിട്ടൊരു വളവ് കിട്ടും. ഇത് നമ്മുടെ മൈൽഡ് സ്റ്റീലിൻ്റെ ഒരു പ്രത്യേകതരം പ്രോപ്പർട്ടിയാണ്. മൈൽഡ് സ്റ്റീലിന് മാത്രം നമുക്ക് ഇങ്ങനത്തെ ഒരു വളവ് കിട്ടത്തുള്ളൂ. ആ വളവിൽ നമ്മൾ ബീന്ന് പിന്നെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ റീച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് അപ്പർ ഈൽഡ് പോയിന്റ്. ബി കഴിഞ്ഞു, അതിൻ്റെ അർത്ഥം ഇനി എന്താണ്, നമ്മുടെ ലോഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം ഇനി ഇലാസ്റ്റിക് അല്ല, ഒറിജിനൽ ഷേപ്പ് ഇത് റീഗെയിൻ ചെയ്യാൻ ഇതിന് പറ്റത്തില്ല, ഒരു വലിഞ്ഞൊരു സ്റ്റേറ്റിൽ എത്തും. ലൈക്ക് നമ്മുടെ റബ്ബർ ബാൻഡ് വലിഞ്ഞു, ഇത് റബ്ബർ ബാൻഡ് അല്ല, ഇത് മൈൽഡ് സ്റ്റീലാണ്. ആൻഡ് ഡി എന്ന് അതിനുശേഷം എന്താണ്, കുറച്ച് സ്ട്രെസ് താഴോട്ട് കുറയും. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു കർവ് ഇവിടെ വരും. ആ താഴോട്ട് പോകുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഡി എന്ന് പറയുമ്പം ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബി ടു ഡി വരെ സി ടു ഡി വരെ സ്ട്രെസ് കുറയുമെങ്കിലും സ്ട്രെയിൻ കുറയുന്നില്ല, സ്ട്രെയിൻ അപ്പോഴും കൂടെ തന്നെയാണ് ചെയ്യുന്നത്.
പിന്നെ ഡി ടു ഇ എന്താണ്, സ്ട്രെസ്സും സ്ട്രെയിനും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇതൊരു വളഞ്ഞാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ലീനിയർ വേരിയേഷൻ അല്ല. എന്ന് പറയുമ്പോൾ ഈ ഒരു ഡി ടു ഇ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ അല്ല. ആക്ച്വലി എ വരെ ഉള്ളൂ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ. എ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒന്നും സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ അല്ല. അതാണ് ഇത്. അതുകൊണ്ട് ഇവിടെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതൊരുമാതിരി സ്ട്രെയിറ്റ് ലൈൻ പോലെ വരയ്ക്കല്ലേ, ഇത് ഇച്ചിരി വളഞ്ഞ് തന്നെ വരയ്ക്കണം. O to A വരെ മാത്രമേ ഇവിടെ സ്ട്രെയിറ്റ് വരാവൂ. ഇത് പിന്നെ മുകളിലോട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു വളവ് തന്നെ വേണം, കാരണം ഇത് യൂണിഫോംലി അല്ല ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഈ വരെ എന്താണ്, ഈ എന്ന് പറഞ്ഞ പോയിന്റ് എത്തും, അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇനി നമ്മൾ സ്ട്രെസ് ലോഡ് ഇൻക്രീസ് ചെയ്താൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യത്തില്ല, പകരം സ്ട്രെസ് താഴോട്ട് പോയി എഫ് വരെ പോകും. എഫ് വരെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, എഫിനെ നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയും. എഫ് എത്തിക്കഴിഞ്ഞാൽ സാധനം പൊട്ടി അവിടെ വീണു. അതിനാണ് നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് എ മൈൽഡ് സ്റ്റീൽ. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് താഴോട്ട് ഇതിലോട്ട് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, ഓരോ ലിമിറ്റ് എവിടെയാണ് എന്നിത് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ട ഒരു ടൈപ്പ് സ്ട്രെസ്, ഇപ്പം നമ്മൾ ആ മൈൽഡ് സ്റ്റീലിൽ നിന്ന് കുറേ പോയിന്റും ഈൽഡും അതിൻ്റെ സ്ട്രെസ് ഒക്കെ പഠിച്ചു. ഇനി വേറെ നിങ്ങൾ അറിയേണ്ടതാണ് വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈൻ പർപ്പസസിന് വേണ്ടി എടുക്കുന്ന സ്ട്രെസ്. അതിനാണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ലൈക്ക് നമ്മുടെ ഒരു ലോഡ് എനിക്കൊരു മെറ്റീരിയൽ എടുക്കുമ്പോൾ എനിക്കറിയാം ഇതിൻ്റെ അൾട്ടിമേറ്റ് മാക്സിമം ഇത്ര എട്ടിയിട്ടേ ഇത് പൊട്ടത്തുള്ളൂ എന്ന്. ആ അൾട്ടിമേറ്റ് സ്ട്രെസ് എനിക്കറിയാം. പക്ഷെ ഞാനൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പം അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ല അൾട്ടിമേറ്റ് സ്ട്രെസ് ഇത്രയേ എടുത്തോളും എന്നൊരു കോൺസെപ്റ്റ് വെച്ചല്ല ഡിസൈൻ ചെയ്യുന്നത്. പകരം അതിൽ നിന്നും കുറച്ചേ ഉള്ളൂ എന്ന് ചിന്തിച്ചാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ എത്ര കുറച്ച് എടുത്തു അതിനെയാണ് ഞാൻ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും ലോഡ് ഈ ബിൽഡിങ്ങിൽ വരുമെന്നും പറഞ്ഞായിരിക്കും ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ഇപ്പോൾ വന്നു, ഒരു എർത്ത് വന്നു, അല്ലെങ്കിൽ വിൻഡ് ലോഡ് അത്യാവശ്യം കാറ്റ് ഭയങ്കരമായിട്ട് അടിച്ചു, ലോഡ് കൂടുമ്പോൾ ബിൽഡിംഗ് കൊളാപ്സ് ചെയ്ത് പോകാൻ പാടില്ല. ഇച്ചിരി എക്സ്ട്രാ അത് അക്കൗണ്ട് അവിടെ ചെയ്യണം. അതാണ് വർക്കിംഗ് സ്ട്രെസ് നമ്മൾ എടുക്കുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് ഇപ്പോൾ പറഞ്ഞാൽ എന്താ, അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. നമ്മൾ വർക്കിംഗ് സ്ട്രെസ് ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ എന്താണ്, അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇനി നമുക്ക് ഇലോങ്ങേഷൻ ഓഫ് യൂണിഫോം ബാർ, ഇത് ആക്ച്വലി നമുക്കൊരു ഇക്വേഷന് വേണ്ടിയിട്ടാണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ബാർ, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ ബാറിന്റെ ഏരിയ, E എന്ന് പറഞ്ഞാൽ യോങ്സ് മോഡുലസ്, ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ, P എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ലോഡ്. അപ്പം നമുക്കറിയാം നമ്മുടെ യോങ്സ് മോഡുലസ് E എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ L ബൈ L ആണെന്ന്. ഇത് എനിക്ക് റീഅറേഞ്ച് ചെയ്യുമ്പം ഡെൽറ്റ L ഇസ് ഈക്വൽ ടു PL ബൈ A എന്ന് കിട്ടും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഈ ചാപ്റ്ററിന് മാത്രമല്ല നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ലൈഫിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് പല സ്ഥലത്തും സ്ട്രക്ചർ അനാലിസിസിൻ്റെ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നതാണ്. സോ ഇത് പഠിച്ചു വെച്ചു, ഡെൽറ്റ L ഇസ് ഈക്വൽ ടു PL ബൈ A. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A steel rod of 50 cm long and 20 mm dia is subjected to an axial tensile force of 20 kN. Find the elongation of the rod if E is equal to 200 GPa. അപ്പോൾ GPa എന്ന് പറഞ്ഞാൽ is equal to 10⁹ Newton/meter² ആണ്. ഈ ഒരു കൺവേർഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. മിക്കവാറും GPA-ലൊക്കെ ആയിരിക്കും തരാൻ പോകുന്നത്. അപ്പം സ്റ്റീൽ റോഡ് 50 cm ലോങ്, അപ്പം ലെങ്ത് തന്നിട്ടുണ്ട്, 20 mm ഡയ തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ L 50 cm, അത് ഞാൻ MM-ലോട്ടോ അല്ല മീറ്ററിലോട്ടോ എന്തിലാണോ എൻ്റെ ഡയമെൻഷൻ ഞാൻ ഇടാൻ പോകുന്നത് ഇതിലോട്ട് മാറ്റി. പിന്നെ D എന്ന് പറഞ്ഞാൽ 20 cm തന്നു. അപ്പം എനിക്ക് ഏരിയ ഓഫ് കൺസ്ട്രക്ഷൻ πr² വെച്ചിട്ട് എനിക്ക് എന്താണ് എൻ്റെ ഏരിയ കിട്ടും. അപ്പം എനിക്ക് LI AI ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ 20 kN ലോഡും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നോട് പറയുന്നത് എലോങ്ങേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പം ഡെൽറ്റ L ഇസ് ഈക്വൽ ടു PL ബൈ A. എല്ലാം ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ജസ്റ്റ് കൺവേർഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാം മീറ്ററിലാണോ സെന്റിമീറ്ററാണോ അതൊക്കെ മാത്രം ഒന്ന് മാറ്റിയാൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ L കിട്ടും. ഇങ്ങനത്തെ ഡയറക്റ്റ് ഇക്വേഷൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പൊതുവെ ചോദിക്കാറുള്ളൂ. എന്നാലും ഇതിൻ്റെ അകത്ത് തന്നെ വരുന്ന വേറെ 2 ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണിത്.
So നോക്കിക്കോ, a rod of diameter 50 mm made up of mild steel rod fitted to a bracket and fixed to a wall with 4 bolts symmetrically placed. The rod is subjected to a tensile stress of 600 Newton per mm square. Find the diameter of each bolt if the tensile stress in the bolt is limited to 100 Newton per mm square. Question കണ്ട് പേടിക്കണ്ട. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് ഉണ്ട്, ഒരു 50 mm ഡയമീറ്റർ ഒരു റോഡ്, അത് മൈൽഡ് സ്റ്റീൽ ആണ്. ഒരു ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു റെക്ടാങ്കുലർ പ്ലേറ്റ് പോലത്തെ ഒരു സാധനമാണ്, അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒട്ടിക്കാൻ അത് ഉപയോഗിച്ചത് 4 ബോൾട്ടാണ്. അത് സിമെട്രിക്കലി പ്ലേസ്, റെക്ടാങ്കിൾ 4 അറ്റത്ത് വെച്ചേക്കുന്നു. ഈ നടുക്കത്ത് ഉണ്ട ബോൾട്ട് അല്ല, പകരം നമ്മുടെ റോഡാണ്. ഇത് സെക്ഷൻ വ്യൂ ആണ്, ഇത് പ്ലാൻ വ്യൂ ആണ്. നടുക്കത്തുണ്ട നമ്മുടെ റോഡാണ്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ ജസ്റ്റ് എൻ്റെ ഞാൻ കളർ ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പം നമ്മുടെ റോഡ് തന്നു, 4 സിമെട്രിക്കലി പ്ലേസ്ഡ് ആണ്. ആൻഡ് പറഞ്ഞിട്ടുണ്ട് ഈ റോഡിലുള്ള സ്ട്രെസ് 600 Newton per mm square തന്നിട്ടുണ്ട്. ദ റോഡ് ഇസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ സ്ട്രെസ് ഓഫ് 600 Newton per mm square എന്ന്. അപ്പോൾ റോഡിലുള്ള സ്ട്രെസ് തന്നിട്ടുണ്ട്. എനിക്ക് ഡയമീറ്റർ ഓഫ് ഈച്ച് ബോൾട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഓരോ ബോൾട്ടിലുള്ള ഒരു സ്ട്രെസ് 1000 ആണെന്നും തന്നിട്ടുണ്ട്. അതിൻ്റെ അത് ലിമിറ്റഡ് ആയിരിക്കണം എന്ന്. അപ്പം ഞാൻ ആദ്യം ഇതിൽ ചെയ്യാൻ പോകുന്നത് എത്ര ലോഡ് നമ്മുടെ റോഡിൽ വരുന്നു എന്നാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകേണ്ടത്. അപ്പം എൻ്റെ ഡയമീറ്റർ എനിക്ക് തന്നു 50 mm, റോഡിലുള്ള സ്ട്രെസ് 600 mm തന്നിട്ടുണ്ട്. ഞാൻ ഈ ലോഡ് എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയോ? ഈ റോഡ് എത്ര ലോഡ് എടുക്കുന്നോ അത്രയാണ് ഈ ബോൾട്ട് എടുക്കുന്നത്. കാരണം ഈ റോഡ് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുമ്പം ആ ലോഡ് എത്രയാണോ റോഡ് എടുക്കുന്നത് അത്രയും തന്നെ ബോൾട്ട് എടുക്കും. അപ്പം ഞാൻ ഒരു ബോൾട്ടിലുള്ള ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്ത് ചെയ്തു, ഞാൻ ആദ്യം ഏരിയ തന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തു, ആദ്യം ഈ റോഡിലുള്ള ലോഡ് കണ്ടുപിടിക്കാം. റോഡിലുള്ള സ്ട്രെസ് നമുക്ക് തന്നിട്ടുണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് 600, ഡയമീറ്റർ തന്നു. സോ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് റോഡിലുള്ള ടോട്ടൽ ഫോഴ്സ് കിട്ടും. അപ്പം ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ബോൾട്ടും ഈക്വലി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ടോട്ടൽ 4 ബോൾട്ടാന്ന് ക്വസ്റ്റ്യനിൽ തന്നു. അപ്പം എന്താണ് ഒരു ബോൾട്ടിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഫോഴ്സ് ബൈ 4 അല്ലേ? അത് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബോൾട്ട് എടുക്കുന്ന ഫോഴ്സ് കിട്ടും. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഒരു ബോൾട്ട് എടുക്കുന്ന സ്ട്രെസ് 1000 ആണെന്ന്. അത് വെച്ച് എന്ത് ചെയ്യും? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അതിൽ നിന്ന് എനിക്ക് ഫോഴ്സും അറിയാം സ്ട്രെസ്സും അറിയാം, എനിക്ക് ഏരിയ കിട്ടത്തില്ലേ? അപ്പം എനിക്ക് ഡയറക്റ്റ് എന്ത് ചെയ്തു? ഒരു ബോൾട്ടിന്റെ ഏരിയ കിട്ടി. ഒരു ബോൾട്ടിന്റെ ഏരിയ കിട്ടിയാൽ പിന്നെന്താ? ഏരിയ ഇസ് ഈക്വൽ ടു π/4 d². അതിൽ നിന്ന് എനിക്ക് ഡയമീറ്റർ കിട്ടത്തില്ലേ? ക്വസ്റ്റ്യനിലെ ഡയമീറ്റർ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേ. പെട്ടെന്ന് ഇത് കത്തണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം എടുത്തത്. നിങ്ങൾക്ക് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനത്തത്. ഇത് ചോദിക്കത്തുള്ളൂ, ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയമീറ്റർ വന്നിട്ട് നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താലേ ഉള്ളൂ. സോ നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കണേ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാനിത് ഒന്നും കൂടെ ഒന്ന് ഓട്ടിച്ച് പറയാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ബോൾട്ടിന് ഡയമീറ്റർ ആണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ റോഡിലുള്ള ലോഡ് ഞാൻ കണ്ടുപിടിക്കും. കാരണം ഈ റോഡ് എടുക്കുന്ന ലോഡ് ഞാൻ ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ട്രാൻസ്ഫർ ആയി ഈ ബോൾട്ടിൽ അത് ഈക്വലി ട്രാൻസ്ഫർ ആവും. അപ്പം എന്താണ് റോഡിൽ എത്ര ലോഡ് എടുത്തു അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട് ചെയ്താൽ എനിക്ക് ഒരു ബോൾട്ടിലുള്ള ലോഡ് കിട്ടും. ഒരു ബോൾട്ടിലുള്ള സ്ട്രെസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബോൾട്ടിന്റെ ഏരിയ എനിക്ക് കിട്ടും. ആ ഏരിയ എന്ന് പറയുന്നത് π/4 d² ആണ്. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ഡയമീറ്റർ കിട്ടും. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A specimen of steel 25 mm dia with length of 200 mm is tested to a destruction. It has an extension of 0.16 mm. അപ്പം എൻ്റെ സ്റ്റീലിൻ്റെ ഡയമീറ്റർ d തന്നു. അപ്പം എനിക്ക് ഏരിയ കിട്ടും. ലെങ്ത് 200 mm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് L ആണ് ഇവിടെ തന്നേക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് 0.6 mm. അപ്പം എനിക്ക് ഡെൽറ്റ എല്ലും ക്വസ്റ്റ്യനിൽ തന്നു. അണ്ടർ എ ലോഡ് ഓഫ് 80 kN. അപ്പം ലോഡും എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നു. ആൻഡ് ദ ലോഡ് അറ്റ് ദ ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള ലോഡ് എന്ന് പറയുന്നത് 160 kN ആണ്. The maximum load is 180 kN. എന്നിട്ട് നമ്മുടെ അൾട്ടിമേറ്റ് ആണ് 180. ടോട്ടൽ എക്സ്റ്റൻഷൻ അറ്റ് ദ ഫ്രാക്ചറിന്റെ സ്ഥലത്തുള്ള ടോട്ടൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ 56 mm. എന്നാൽ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ വലിയത്തില്ലേ, അപ്പൊ അതിന് ഡയമീറ്റർ കുറയത്തില്ലേ? ആ നെക്ക് ഡയമീറ്ററിനെയാണ് 18 mm എന്ന് പറയുന്നത്.
ഇപ്പൊ നമുക്ക് കുറേ സാധനം ഇവിടെ ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട്. എല്ലാ ഗിവണും ഉടനെ തന്നെ എടുത്ത് എഴുതുക, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും സാധനം തന്നതിൽ കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് അറ്റ് ദി ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള സ്ട്രെസ്, യോങ്സ് മോഡുലസ്, പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ, റിഡക്ഷൻ ഇൻ ഏരിയ, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. ഇത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നോക്കാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. എനിക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്, അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ലോഡും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്ട്രെസ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു. ഇലാസ്റ്റിക് ലിമിറ്റിലെ ലോഡ് ഇതേ 160 kN ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ലോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്തു, ആ ലോഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ സ്ട്രെസ് കിട്ടും. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആണെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ട് കേൾക്കണേ. നെക്സ്റ്റ് യോങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യോങ്സ് മോഡുലസ് എന്ന് പറയുമ്പം PL/A ഈ നമ്മൾ ചെയ്യണം. കാരണം എന്താണ്, എനിക്ക് ഇലോങ്ങേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എനിക്ക് ഈ ആണ് വേണ്ടത്. ഈ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ് ബൈ സ്ട്രെയിനും ചെയ്യാം, അല്ലാതെ ഈ PL/E ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. എനിക്ക് ഡെൽറ്റ എല്ലും എല്ലും അറ്റ് 80 kN തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ്, പിയും എല്ലും ഡെൽറ്റ അറിയാം. ഏരിയ ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു. അപ്പൊ എനിക്ക് എൻ്റെ എല്ലാം അപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, എൻ്റെ യോങ്സ് മോഡുലസ് കിട്ടും. നെക്സ്റ്റ് ഇവർ പറഞ്ഞേക്കുന്നത് പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനാണ്. പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഫൈനൽ എക്സ്റ്റൻഷൻ ബൈ ടോട്ടൽ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു 100. ഫൈനൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എക്സ്റ്റൻഷൻ ആണ്, എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു എന്ന്. ക്വസ്റ്റ്യനിൽ പറഞ്ഞു ടോട്ടൽ എക്സ്റ്റൻഷൻ അറ്റ് ഫ്രാക്ചർ എന്ന് പറയുന്നത് 56 mm ആണെന്ന്. അപ്പൊ ടോട്ടൽ എക്സ്റ്റൻഷൻ എത്രയാ, 56 mm ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 200 mm ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, എൻ്റെ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ കിട്ടി. നെക്സ്റ്റ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് റിഡക്ഷൻ ഇൻ ഏരിയ ആണ്. അപ്പൊ എൻ്റെ ക്വസ്റ്റ്യനിൽ ഒറിജിനലി 25 mm ഡയമീറ്റർ ആണ്, പൊട്ടാറാവുമ്പോൾ അത് 18 mm ഡയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് റിഡക്ഷൻ ഏരിയ എന്ന് പറയുമ്പം ഇനിഷ്യൽ ഏരിയ മൈനസ് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഫൈനൽ ഏരിയ ചെയ്യണം. അപ്പൊ എനിക്ക് 25 mm കറസ്പോണ്ടിങ് ഉള്ള ഏരിയ കണ്ടുപിടിക്കണം, 18 mm കറസ്പോണ്ടിങ് ഉള്ള ഏരിയ ഞാൻ കണ്ടുപിടിച്ച് അത് മൈനസ് ചെയ്യുക ബൈ ഇനിഷ്യൽ ഏരിയ ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എനിക്ക് എൻ്റെ പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഏരിയ കിട്ടും. ഇനി അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ലോഡ് ബൈ ഏരിയ ആണ്. അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മാക്സിമം ലോഡ് ബൈ ഏരിയ. മാക്സിമം ലോഡും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഏരിയ ഞാൻ ആദ്യമേ കണ്ടുപിടിച്ചു, അത് വെച്ച് എനിക്ക് എന്ത് കിട്ടും, എൻ്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്സും കിട്ടും. ഇതാണ് ഇവിടെ ഫുള്ള് ചെയ്തേക്കുന്നത്. പോസ് ചെയ്ത് വെച്ചാണെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു നമ്മുടെ പാർട്ട് 1. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 നോക്കാം.